ഹേ ഗൈസ്, മൗറീഷ്യസിൽ കോഴ്സ് പഠിക്കാൻ പോകുന്നവർക്കുള്ള ഹാപ്പി ന്യൂസ് ആണ്. നിങ്ങൾക്ക് കോഴ്സിൻ്റെ വിസ കിട്ടിയതിന് ശേഷം മാത്രമാണ് ഇനി ഒരു പേയ്മെൻറ്റ് വരുന്നത്. അതല്ലാതെ വിസയ്ക്ക് മുന്നേ ഉള്ള ഒരു തരത്തിലുള്ള പേയ്മെൻറ്റ് ഇനി മുതൽ അങ്ങോട്ട് ഇല്ല. വരുന്ന ഇൻടേക്ക് മാർച്ച് ഏപ്രിൽ ഇൻടേക്ക് മുതൽ പുതിയൊരു അപ്ഡേഷൻ വന്നതാണ്. അതായത് ഇത്ര നാളും വിസയ്ക്ക് വയ്ക്കുന്ന എല്ലാവർക്കും കോളേജിൽ നിന്ന് ഓഫർ കിട്ടിയ ശേഷം ചെറിയൊരു പൈസ നമുക്ക് ഓൾറെഡി കോളേജ് സബ്മിറ്റ് ചെയ്യണമായിരുന്നു. പക്ഷേ ആ റൂൾ അങ്ങോട്ട് മാറ്റിയിട്ടുണ്ട്. ഇനി അങ്ങോട്ടുള്ള എല്ലാ പേയ്മെൻറ്റും, അതായത് നിങ്ങൾക്ക് ₹1 ചിലവാകുന്നത് നിങ്ങൾക്ക് മൗറീഷ്യസിലേക്കുള്ള സ്റ്റഡി വിസ കിട്ടിയതിന് ശേഷം മാത്രമാണ്. എന്തായാലും മൗറീഷ്യസ് നോക്കുന്ന എല്ലാവർക്കും ഈ ഒരു ടൈം എന്ന് പറയുന്നത് അത്രയും ഓപ്പർച്യൂണിറ്റി ഉള്ള ടൈം തന്നെയാണ്. മറ്റൊന്നുമല്ല, 100% വിസ സക്സസ് ഗ്യാരണ്ടി ഓൾറെഡി പറഞ്ഞതാണ്. നിലവിൽ വച്ചവർക്ക്, വരുന്ന ഇൻടേക്കുകൾക്ക് വേണ്ടി വച്ചവർക്ക് വിസ പ്രോസസ്സിങ്ങിലുമാണ്. സോ പറയാനുള്ളത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, 10ാം ക്ലാസ് കഴിഞ്ഞവർക്ക് നമ്മൾ ഓൾറെഡി ഇതിനെപ്പറ്റിയിട്ടുള്ള കംപ്ലീറ്റ് വീഡിയോ രണ്ടെണ്ണം നമ്മൾ അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. ആ വീഡിയോ കണ്ടു കഴിഞ്ഞാൽ ബേസിക്കും ഡീറ്റെയിലും മൊത്തം മനസ്സിലാവും. അതിൻ്റെ ഒരു 0.5% മാത്രമാണ് ഞാൻ ഈ വീഡിയോയിൽ പറയുന്നത്. മറ്റൊന്നുമല്ല, 10th കഴിഞ്ഞവർക്കും +2 കഴിഞ്ഞവർക്കും ഡിഗ്രി കഴിഞ്ഞവർക്കും ഈ 3 കാറ്റഗറിയിൽ പഠിച്ചിറങ്ങിയ ആളുകൾക്ക് പഠിക്കാൻ വേണ്ടിയിട്ട് ഇന്ന് നമ്മുടെ നാട്ടിൽ നിന്ന് ഇന്ത്യ വിട്ട് പുറത്ത് പോയിട്ട് എവിടെ ലോ കോസ്റ്റിൽ ചെയ്യാൻ പറ്റിക്കഴിഞ്ഞാൽ ഒരേ ഒരു ഉത്തരം മൗറീഷ്യസ് മാത്രമാണ്. സിംഗപ്പൂർ ഉണ്ടെന്ന് പലരും പറയുമായിരിക്കും, പക്ഷേ നിങ്ങൾക്ക് പാർട്ട് ടൈം ചെയ്യാൻ പറ്റില്ല. നിങ്ങളവിടെ പോയി കഴിഞ്ഞാൽ ഇല്ലീഗൽ പാർട്ട് ടൈം ചെയ്ത് നിങ്ങൾ കഷ്ടപ്പെടേണ്ടി വരും. മൗറീഷ്യസ് പറയുകയാണെങ്കിൽ 100% അൺലിമിറ്റഡ് വർക്ക് നിങ്ങൾക്ക് ചെയ്യാൻ പറ്റും. അതും പാർട്ട് ടൈമിന് ടൈം പീരീഡ് ഇല്ല. അതായത് നമ്മുടെ ഇൻസ്റ്റിറ്റ്യൂഷൻ പോലും പറയുന്നില്ല 50 വയസ്സ് വരെ മാത്രമാണ് പഠിക്കാൻ പറ്റുമെന്ന്. അതായത് ആർക്കും വയ്ക്കാൻ പറ്റും. വിസ കിട്ടിയ ശേഷം മാത്രമല്ലേ പേയ്മെൻറ്റ്. അതുകൊണ്ട് നിങ്ങൾക്ക് ടെൻഷൻ അടിക്കേണ്ട കാര്യമില്ല. പഠിക്കാൻ വേണ്ടിയിട്ട് ആഗ്രഹമുള്ള, കൊതിയുള്ള, അല്ലെങ്കിൽ നാട് വിട്ട് പുറത്ത് നിൽക്കാൻ താല്പര്യമുള്ളവർക്ക് ലോ കോസ്റ്റിൽ ചെയ്യാൻ പറ്റിയൊരു കൺട്രിയായി മാറിയ മൗറീഷ്യസിൽ ഇനിയിപ്പോൾ ആർക്കും ആപ്ലിക്കേഷൻ ഫീസൊന്നും ഇല്ലാണ്ട് തന്നെ പഠിക്കാൻ പറ്റുന്ന ഒരു ഓപ്പർച്യൂണിറ്റി വന്നപ്പോൾ എന്തിനാണ് നിങ്ങൾ വെയിറ്റ് ചെയ്യുന്നത്? എത്രയും പെട്ടെന്ന് വയ്ക്കുക. നമുക്ക് ആകെ നാട്ടിൽ നിന്ന് ചിലവ് വരുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ നാട്ടിൽ മെഡിക്കൽ എടുക്കാണ്ട്, അതുപോലെ നിങ്ങളുടെ ഒരു 1 ഡേ എങ്കിലും മിനിമം ഒരു സ്റ്റേറ്റ്മെൻറ്റ് കാണിക്കാനുണ്ട്. അതിന് പുറമെ വരുന്ന നിങ്ങളുടെ ഡോക്യുമെൻറ്റ്സ് എല്ലാം ഇവിടെ നിന്ന് അങ്ങോട്ട് അയക്കാനുള്ള കൊറിയർ ചാർജ്. ഇതിന് ഉള്ള ടോട്ടൽ ചിലവെന്ന് പറഞ്ഞാൽ ചെറിയ നിസാര പൈസ മാത്രമേ ഉള്ളൂ. മൗറീഷ്യസിനെ പറ്റി പറയാനാണെന്നുണ്ടെങ്കിൽ, ഞാൻ നേരത്തെ വീഡിയോ പറഞ്ഞതാണ്, ഐലൻഡാണ്. അത് ഇന്ത്യൻ ഓഷ്യനിൽ നിൽക്കുന്ന ആഫ്രിക്കൻ റീജിയനിലുള്ള ഒരു ഐലൻഡ് കൺട്രിയാണ്. ഈ ഒരു കൺട്രിയിൽ ടൂറിസ്റ്റുകൾ മാത്രമാണ് 80% ഉള്ളത്. ബാക്കി എല്ലാവരും തന്നെ മൗറീഷ്യസിൽ ജനിച്ചു വളർന്ന ആളുകളല്ല. നമ്മുടെ ഇന്ത്യയിൽ നിന്നോ അല്ലെങ്കിൽ ഫ്രാൻസ്, ജർമ്മനി പോലുള്ള യൂറോപ്പ് കൺട്രികളിൽ നിന്നോ വന്ന് ചേക്കേറി കുടിയേറി താമസിച്ച ആളുകളാണ്. പിന്നെ ആഫ്രിക്കൻ റീജിയൻ ആയതുകൊണ്ട് ആഫ്രിക്കക്കാർ മാത്രമാണെന്നുള്ള ചിന്താഗതിയുണ്ട്. ഇങ്ങനെയുള്ള ചിന്താഗതികൾ നിങ്ങൾക്ക് വേണ്ട. അവിടെ ആഫ്രിക്കൻസ് എന്ന് പറയുന്ന അവർ ജനിച്ചു വളർന്ന ആളുകളൊന്നും ഇല്ല. മഡഗാസ്കറുകാർ, ഇപ്പോൾ ഞാൻ ഓൾറെഡി പറഞ്ഞ പോലെ ഇന്ത്യൻസ്, ഈ ഫ്രാൻസിൽ നിന്ന്, ജർമ്മനിയിൽ നിന്ന്, സ്പെയിനിൽ നിന്ന്, മറ്റ് കൺട്രികളിൽ നിന്ന് വന്ന് താമസിക്കുന്ന ആൾക്കാർ. അപ്പോൾ ഞാൻ പല വീഡിയോയിലും പറഞ്ഞതാണ്, മൗറീഷ്യസ് എന്ന് പറയുന്ന കൺട്രി ഒരു പാത്വേ ഓപ്ഷനായിട്ട് നാട്ടിൽ നിൽക്കുന്ന ഒരാൾക്ക് ഇന്ത്യയിൽ നിന്ന് വച്ചിട്ട് കിട്ടാത്ത വിസകൾ മൗറീഷ്യസിൽ നിന്ന് വയ്ക്കുവാണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് കിട്ടും. നമ്മുടെ പ്രോഗ്രാം തന്നെ ഫോക്കസ് ചെയ്യുന്നത്, നിങ്ങളൊരു കോഴ്സ് കഴിഞ്ഞ് കഴിഞ്ഞാൽ ലെവൽ 3, ലെവൽ 4, ലെവൽ 5 കോഴ്സ് കഴിയുന്ന ഒരാൾക്ക് ഇന്റേൺഷിപ്പ് ചെയ്യാൻ വേണ്ടിയിട്ട് USA, ഫ്രാൻസ് വരെയും കോളേജ് ഇൻസ്റ്റിറ്റ്യൂഷൻ നമുക്ക് ഓഫർ ചെയ്യുന്നുണ്ട്. സോ അത്രത്തോളം ഓപ്പർച്യൂണിറ്റി ഉള്ളൊരു കൺട്രിയിലേക്ക് പോകാൻ പറ്റിയ ഒരു പീക്ക് ടൈം തന്നെയാണ് ഇപ്പം നിലവിൽ വന്നിരിക്കുന്നത്. പ്രത്യേകിച്ച് കാലാവസ്ഥ മാറ്റങ്ങളോ ഒന്നുമില്ല. നമ്മുടെ ഇന്ത്യയിലുള്ള സെയിം കാലാവസ്ഥ, കുറച്ച് ചൂട് കൂടുതലാണെങ്കിൽ ഉള്ളൂ. അതായത് മാർച്ച് ഏപ്രിൽ മാസങ്ങളിൽ നമ്മുടെ നാട്ടിലുള്ളതുപോലെ തന്നെ ഒരു 35 to 40 ഡിഗ്രി സെൽഷ്യസ് ചൂട് ഉള്ളൂ എന്നല്ലാതെ വേറെ കാലാവസ്ഥ മാറ്റങ്ങളൊന്നുമില്ല. സെയിം മഴ, സെയിം വെയിൽ, സെയിം തന്നെ ഉള്ള കാര്യങ്ങളെല്ലാം തന്നെ. ചിലവുകളെ പറ്റിയിട്ടുള്ള വീഡിയോ ഞാൻ ഇട്ടിട്ടുണ്ടായിരുന്നു. അപ്രോക്സിമേറ്റ് വരുന്ന എക്സ്പെൻസ് ഇട്ടിട്ടുണ്ടായിരുന്നു. നമ്മുടെ ഈ വച്ചിരിക്കുന്ന കഴിഞ്ഞ ഇൻടേക്കിന് വച്ച സ്റ്റുഡൻസിൻ്റെ വിസകളെല്ലാം വരുന്ന ടൈമിൽ ഏകദേശം എല്ലാവർക്കും ഒരേ ടൈമിലാണെന്നുണ്ടെങ്കിൽ ഇവരുടെ കൂടെ ഞാനും യാത്ര ചെയ്യാനുള്ളൊരു പ്ലാന് നിലവിൽ ഉണ്ട്. സോ ഫസ്റ്റ് ടൈം പോകുന്ന സ്റ്റുഡൻസിൻ്റെ കൂടെ കയറി പോകാമെന്നുള്ളത് എൻ്റെയും കൂടി ഒരു ആവശ്യമാണ്. അതിന് പുറമെ നമ്മുടെ മൗറീഷ്യസിലുള്ള എല്ലാ അപ്ഡേറ്റ്സും, നമ്മുടെ ഓഫീസും കാര്യങ്ങളൊക്കെ അവിടെ റിനോവേഷൻ കാര്യം നടന്നുകൊണ്ടിരിക്കുകയാണ്. സ്റ്റാർട്ട് ചെയ്യണം, ഇനോഗ്രേഷൻ കാര്യങ്ങൾ വേണം. അതിന് പുറമെ നമ്മൾ ഈ ഒരു ഇൻസ്റ്റിറ്റ്യൂഷൻ പ്ലാൻ ചെയ്യുന്നുണ്ട്. അതൊക്കെ ഫ്യൂച്ചറിലെ കാര്യങ്ങളാണ്. എന്തെങ്കിലും ആയിക്കോട്ടെ. മൗറീഷ്യസിനെ പറ്റി പറഞ്ഞു വന്നത് ഇത്രയൊക്കെ തന്നെ ഉള്ളൂ. പെട്ടെന്ന് തന്നെ പൈസ മുടക്കൊന്നും ഇല്ലാതെ ആർക്കും വയ്ക്കാൻ പറ്റുന്നതുകൊണ്ട് 10ാം ക്ലാസ് പാസ്സായവനും, +2 പാസ്സായവനും, ഡിഗ്രി പാസ്സായവനും, IELTS ഇല്ലാതെ ഡിഗ്രിക്ക് മാർക്ക് കുറവാണെങ്കിലും +2ന് മാർക്ക് കുറവാണെങ്കിലും നിങ്ങൾക്ക് ഒരു മാർക്കിൻ്റെ ക്രൈറ്റീരിയ ഇല്ലാതെ ഹോസ്പിറ്റാലിറ്റി ടൂറിസം പഠിക്കണമെന്നുണ്ടെങ്കിൽ പെട്ടെന്ന് തന്നെ മൗറീഷ്യസിലേക്ക് കയറി പോരെ. ബാക്കിയെല്ലാം ഇവിടെ സെറ്റാണ്. നമ്മുടെ ഭാഗത്തു നിന്ന് തന്നെ പാർട്ട് ടൈമിൻ്റെയും അതുപോലെ തന്നെ നിങ്ങളുടെ അക്കോമഡേഷൻ അസിസ്റ്റൻസ് ഉണ്ടാവും എന്നൊരു ഗ്യാരണ്ടി എനിക്ക് പറയാൻ പറ്റും. ബാക്കിയെല്ലാം നമ്മുടെ ഫസ്റ്റ് ബാച്ചോടെ ചെന്ന ശേഷം ഞാൻ ലൈവായിട്ട് കാര്യങ്ങളെല്ലാം പറഞ്ഞുതരാം.
കൂടുതൽ ഡീറ്റെയിൽ കാര്യങ്ങൾ അറിയാൻ വേണ്ടിയിട്ട് അബ്രോഡ് മല്ലു എന്ന് നമ്മുടെ ഇൻസ്റ്റാഗ്രാം അക്കൗണ്ട് ജസ്റ്റ് നിങ്ങളൊന്ന് നോക്കുക. ഫോളോ ചെയ്യണമെന്നൊന്നും ഞാൻ പറയില്ല, ജസ്റ്റ് കയറി നോക്കുക, അവിടെ ഉണ്ടാവും. അല്ലെങ്കിൽ നമ്മൾ ഇൻസ്റ്റാഗ്രാമിൽ തന്നെ മൗറീഷ്യസ് മല്ലു എന്ന് പറയുന്ന ഒരു അക്കൗണ്ട് തുടങ്ങിയിട്ടുണ്ട്. ജസ്റ്റ് ഈ അക്കൗണ്ട് കയറി നോക്കുകയാണെന്നുണ്ടെങ്കിൽ നിങ്ങൾ മൗറീഷ്യസിലുള്ള ഡേ ബൈ ഡേ അപ്ഡേറ്റ്സ് എല്ലാം തന്നെ നമ്മളവിടെ പോസ്റ്റ് ചെയ്യുന്നുണ്ട്. അപ്പോൾ അഡ്മിഷൻ റിലേറ്റഡ് കാര്യങ്ങൾക്കെല്ലാം തന്നെ ഞാൻ ഡിസ്ക്രിപ്ഷനിൽ നമ്പർ കൊടുക്കുന്നുണ്ട്. ജസ്റ്റ് കമൻറ്റ് ബോക്സ് ചെക്ക് ചെയ്യുക, അതിൽ ഡിസ്ക്രിപ്ഷൻ നോക്കുക. സോ നമ്പറിലേക്ക് എനിക്ക് DM ചെയ്ത് തരിക. മൗറീഷ്യസ് സ്റ്റഡിയിൽ നിന്ന് മാത്രം നിങ്ങളൊന്ന് മെസ്സേജ് ചെയ്യുക. ഓക്കെ.